പൊന്നാനിയിൽ സഞ്ചാരികൾ ധാരാളം എത്തുന്ന നിളയോര പാത രാത്രിയിൽ പ്രകാശപൂരിതമാകും. നിളയോര പാതയിലുടനീളം തെരുവിളക്കുകളും സുരക്ഷിത ക്യാമറകളും സ്ഥാപിക്കാൻ ട്രാഫിക് ക്രമീകരണ സമിതി യോഗത്തിൽ തീരുമാനം. പൊന്നാനിയുടെ ടൂറിസം ഹബ്ബായി മാറിയ നിളയോര പാതയിലെ രാത്രികാല യാത്രകൾ സുരക്ഷിതമാക്കുന്നതിനും റോഡും പരിസരവും പ്രകാശപൂരിതമാക്കുന്നതിനും വേണ്ടിയാണ് തെരുവിളക്കുകളും CCTV ക്യാമറകളും സ്ഥാപിക്കുന്നത്. തെരുവിളക്കില്ലാത്തത് രാത്രിയിൽ പാതയിൽ വാഹനാപകടങ്ങൾക്ക് വരെ ഇടവരുത്തിയിരുന്നു. ഇതേ തുടർന്നാണ് പൊക്കവിളക്കുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത്. പാതയിൽ അപകടകരമായ രീതിയിൽ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഓടിക്കുന്നവരെ കണ്ടെത്തുന്നതിനായാണ് CCTVകൾ സ്ഥാപിക്കുന്നത്. കൂടാതെ പാതയിൽ ജനബാഹുല്യവും വാഹനപ്പെരുപ്പും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതുവഴി ചരക്ക് വാഹനങ്ങളുടെ പ്രവേശനം കർശനമായി നിരോധിക്കും. വലിയ മത്സ്യലോറികൾ ഉൾപ്പെടെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്നത് ഇവിടെ എത്തുന്നവർക്ക് പ്രയാസമാകുന്നുണ്ട്. നിള ടൂറിസം റോഡിലേക്കുള്ള പ്രധാന ജംഗ്ഷനുകളായ ചന്തപ്പടി, കുറ്റിക്കാട്, ജിം റോഡ് എന്നിവിടങ്ങളിൽ വേഗത നിയന്ത്രണ സംവിധാനങ്ങളും ദിശാസൂചകങ്ങളും സ്ഥാപിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. കൂടാതെ കുണ്ടുകടവ് ജംഗ്ഷനിൽ വ്യാപക കയ്യേറ്റവും തെരുവ് കച്ചവടക്കാർ പാതയോരം കൈയടക്കി കച്ചവടം ചെയ്യുന്ന സാഹചര്യത്തിൽ തെരുവ് കച്ചവടക്കാർക്കായി പ്രത്യേക സ്ഥലം നിർണയിച്ചു നൽകി. PWD, നഗരസഭ, പോലീസ് എന്നിവരുടെ സഹകരണത്തോടെ ഇവരെ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റാൻ തീരുമാനിച്ചു. നിലവിലെ പൊന്നാനി ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിന്റെ ഭാഗമായി സ്വകാര്യ ബസ്സുകൾക്കുണ്ടാകുന്ന പ്രയാസം കണക്കിലെടുത്ത് ബസ് സ്റ്റാൻഡ് നവീകരണ കാലയളവിൽ പ്രൈവറ്റ് ബസ്സുകൾക്കായി താൽക്കാലിക ബസ് സ്റ്റേഷൻ KSRTC ഡിപ്പോ പരിസരത്ത് സജ്ജീകരിക്കാൻ യോഗത്തിൽ ധാരണയായി. ഇതിന്റെ അനുമതിക്കായി KSRTCക്ക് ശുപാർശ നൽകാനും തീരുമാനിച്ചു. കുന്നംകുളം റൂട്ടിലോടുന്ന ബസ്സുകൾ പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ ട്രിപ്പ് മുടക്കുന്നതിന് പരിഹാരം കാണാൻ ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പൊന്നാനി ജോയിന്റ് RTO പറഞ്ഞു. പൊന്നാനി ബസ് സ്റ്റാൻഡിലെത്തേണ്ട വാഹനങ്ങളുടെ കൃത്യമായ രജിസ്റ്റർ സൂക്ഷിക്കാനും യോഗത്തിൽ തീരുമാനമായി. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോയിന്റ് RTO TM ഇബ്രാഹിംകുട്ടി, ASI അയ്യപ്പൻ, ഡെപ്യൂട്ടി തഹസിൽദാർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T മുഹമ്മദ് ബഷീർ, രജീഷ് ഉപാല, നഗരസഭാ സെക്രട്ടറി S ഹജീറൂൺ എന്നിവർ പങ്കെടുത്തു. PGTV ന്യൂസ് പൊന്നാനി. ഹെവി ചരക്ക് വാഹനങ്ങൾ 16,200 മുതലുള്ള ഹെവി ചരക്ക് വാഹനങ്ങളുടെ ഗതാഗതം കണിശമായും നിർബന്ധമായും ആ മേഖലയിൽ പ്രവേശനം നിരോധിക്കാനാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വാഹനാപകടങ്ങൾ ഒഴിവാക്കുന്നതിന് റംബിൾ സ്ട്രിപ്സ് ഓരോ എന്താ പറയുക പ്രവേശന റോഡുകളിലും ഇതിലേക്കുള്ള ഓരോ പ്രത്യേകമായിട്ടുള്ള ചന്തപ്പടിയിലും അതുപോലെ തന്നെ ജിം റോഡ്, ചാണ റോഡ്, കുറ്റിക്കാട് റോഡ് ഉൾപ്പെടെ ഈ നിളയോര പാതയിലേക്ക് തുറക്കപ്പെടുന്ന പ്രവേശന റോഡുകളിലൊക്കെ തന്നെ റംബിൾ സ്ട്രിപ്സ് സ്ഥാപിക്കുകയും ദിശാസൂചകങ്ങൾ, പ്രത്യേകിച്ച് ദിശാസൂചകങ്ങൾ ആ റോഡിൻ്റെ പേര് എഴുതിക്കൊണ്ടുള്ള ദിശാസൂചകങ്ങൾ എല്ലായിടത്തും സ്ഥാപിക്കുകയാണ്. അതിനപ്പുറം ഈ നിളയോര പാതയിലുടനീളം സ്ട്രീറ്റ് ലൈറ്റുകൾ അതുപോലെ തന്നെ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ എടുക്കുകയുണ്ടായി. കുണ്ടുകടവ് ഗുരുവായൂർ റോഡ് നല്ല രീതിയിലുള്ള ഒരു വർക്ക് അവിടെ നടന്നിട്ടുണ്ട്, റോഡ് വർക്ക് നടന്നു. അതോടൊപ്പം തന്നെ സിറ്റി ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗം, നഗര സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി അവിടെ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ കയ്യേറ്റം, വ്യാപകമായ രീതിയിലുള്ള കയ്യേറ്റം ആ മേഖലയിൽ നടന്നിട്ടുണ്ട്. തെരുവോര കച്ചവടക്കാരുൾപ്പെടെ പുറത്തു നിന്നുള്ള കച്ചവടക്കാർ അവിടെ എത്തി അവിടെ ആകെ തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ഒരു കേന്ദ്രമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിൽ അവിടെ ഉണ്ടെന്ന് ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായി അത്തരത്തിലുള്ള കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ഒരു ഏരിയ തീരുമാനമെടുത്ത് അവിടെ അവരെ പുനരധിവസിപ്പിക്കുകയും പറ്റാവുന്ന ആളുകളെ അവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു തീരുമാനം. പൊന്നാനി സിറ്റിയിലേക്ക് ഉള്ള പെർമിറ്റുള്ള ബസ്സുകൾ കുണ്ടുകടവ് പെർമിറ്റ് മാത്രമുള്ള ബസ്സുകളെ അനുകരിച്ചുകൊണ്ട് അവിടെ വച്ച് തന്നെ ട്രിപ്പ് അവസാനിപ്പിക്കുകയും കുണ്ടുകടവ് ജംഗ്ഷനിൽ നിന്ന് അവരുടേതായ സമയത്ത് നോക്കിയിട്ട് കുന്നംകുളത്തേക്ക് ട്രിപ്പ് എടുക്കുകയും ചെയ്യുന്ന തെറ്റായ ഒരു ശീലം കാലങ്ങളായിട്ട് ഇവിടെ അനുവർത്തിച്ചു വരുന്നുണ്ട്. അതിനെതിരെ ഒട്ടനവധി പരാതികൾ കിട്ടുകയും അങ്ങനെയുള്ള ശീലം വെച്ച് നമ്മുടെ നാട്ടുകാർക്ക് വളരെയധികം പ്രയാസം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് കുണ്ടുകടവ് റൂട്ടിലോടുന്ന വാഹനങ്ങൾ, അതായത് പൊന്നാനിയിലേക്ക് വരേണ്ട വാഹനങ്ങളുടെ ഉടമകളുടെ ഒരു യോഗം
വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ കൂടെ സഹകരണത്തോടു കൂടെ പൊന്നാനി മുനിസിപ്പൽ സ്റ്റാൻഡിലേക്ക് ആ ബസ്സുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിസിറ്റ് ആൻഡ് വിന്നിലൂടെ നേടാം ഡയമണ്ട് നെക്ലസ്. സ്വർണ്ണാഭരണ പർച്ചേസുകൾക്ക് നേടാം പ്രത്യേക ഡിസ്കൗണ്ടുകൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 20% സ്പെഷ്യൽ ഓഫർ, ആകർഷകമായ എക്സ്ചേഞ്ച് ഓഫറുകൾ, സൗജന്യ കാതുകുത്തൽ, വെഡിംഗ് പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ ഫാമിലി ജ്വല്ലർ, മെയിൻ റോഡ്, വടക്കേക്കാട്.